അതിന് കാരണം സെല്ലുലോയിഡ് തന്നെയാണ്. സെല്ലുലോയിഡ് ചെയ്യുമ്പോൾ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു സത്യത്തിൽ. കാരണം ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സിനിമ, ഒരു കാലഘട്ടത്തിൽ നടന്ന കഥ പറയുമ്പോൾ എങ്ങനെ ജനത് ആക്സെപ്റ്റ് ചെയ്യും, അതൊരു കമേഴ്ഷ്യൽ വിജയമാകുമെന്നൊക്കെയുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ സമൂഹം മറന്നുപോയ ചില കാര്യങ്ങൾ ജനത്തെ ഓർമ്മിപ്പിച്ചാൽ അത് അവർ സ്വീകരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ സത്യത്തിൽ വേറൊരു സിനിമയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നേരത്തെ സെല്ലുലോയിഡിൻ്റെ മുമ്പ് പ്ലാൻ ചെയ്ത ഒരു കഥയുടെ ആസ്പദമാക്കിയിട്ട് സുരേഷ് ബാബുവിൻ്റെ ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റും. ഞങ്ങൾ അതുമായിട്ട് ഇരിക്കുകയായിരുന്നു, അതിൻ്റെ ചർച്ചകളിലായിട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി അങ്ങനത്തെ ഒരു സിനിമയല്ല ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് തോന്നുകയും സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് മറ്റെന്തെങ്കിലും ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ സുരേഷാണ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത്, നമുക്ക് നാടകക്കാരുടെ ജീവിതം സിനിമയ്ക്കാൽ എങ്ങനെ ഉണ്ടാവും, പ്രൊഫഷണൽ നാടകക്കാരുടെ. കാരണം പുള്ളിക്ക് അറിയാവുന്ന കുറേ പ്രൊഫഷണൽ ആൾക്കാരുണ്ട് നാടകക്കാർ. ഇപ്പോൾ അവർ വല്ലാണ്ട് ക്രൈസിസിലാണ്. എനിക്ക് പെട്ടെന്ന് കത്തി, നമ്മൾ പറയുക കത്തുക എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കറക്റ്റാണ്, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചില്ല, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ സെല്ലുലോയിഡിൻ്റെ ഒരു എന്താ പറയുക തുടർച്ചയാകരുത്, അതല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാകരുത് അതൊരിക്കലും. നമുക്കിതിലൊരു കഥ വേണം, കഥ പറയണം. അതുകൊണ്ട് തന്നെ ഇതൊരാളുടെ കഥയല്ല, അതല്ലെങ്കിൽ റിയലായിട്ട് ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ മരിച്ചവരുടെ ആരുടെയും കഥയല്ല. എന്നാൽ അതിൻ്റെയൊക്കെ ഛായ അല്ലെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഓർക്കണം ഈ സിനിമയിൽ. എന്നിട്ട് നമ്മൾ സ്വന്തമായൊരു കഥയുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സിനിമയും. ഇത് ഫിക്ഷനാണ്, 100% ഫിക്ഷനാണ്. നമ്മളായിട്ട് തന്നെ ഒരു കഥ ഉണ്ടാക്കി, അതിന് സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അതിപ്പോൾ ദേവദാസ് സർഗവേദി എന്ന് പറയുന്ന ജയറാം അഭിനയിക്കുന്ന കഥാപാത്രത്തെ മുൻനിർത്തി ഒരു മനുഷ്യനിലൂടെ അയാളുടെ നാടകകാല ജീവിതം, അയാളുടെ വ്യക്തി ജീവിതം ഒക്കെ കൂട്ടിക്കുഴച്ചിട്ട് ഇത് എങ്ങനെ നാടകത്തിന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു എന്താ പറയുക സാമൂഹ്യ ജീവിതവും നമ്മുടെ ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾക്ക് നാടകം കാരണമായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഒരു സാമൂഹ്യ പരിഷ്കരണം നമ്മുടെ രാഷ്ട്ര നേതാക്കളോടൊപ്പം അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരോടൊപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ കലയ്ക്കും അതിന് പങ്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ളത് നാടകം എന്ന് പറയുന്ന കലയാണ്. ഏറ്റവും ജനകീയമായ ഒരു കലയായിരുന്നു നാടകം, നമുക്കറിയാം ഇന്നും. അപ്പോൾ ആദ്യകാലം മുതൽ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം അന്നൊരു വലിയ സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് അവരുടെ സമുദായത്തിലൊരു വലിയ വിപ്ലവവും ഒരു പരിഷ്കരണം ഉണ്ടാക്കിയ നാടകമാണ്. പിന്നീട് ജനകീയ പ്രസ്ഥാനങ്ങൾ വന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകവും അതിനെ തുടർന്ന് വന്ന നാടകങ്ങൾ KPSCയുടെ നാടകങ്ങളൊക്കെ അന്നത്തെ കാലത്തെ ജനങ്ങളെ നവീകരിക്കുന്നതിൽ ഒരുപാട് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ജയറാമിൻ്റെ കഥാപാത്രം വരുന്നത്. ഈ ദേവദാസ് സർഗവേദി എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത്. സർഗവേദി എന്ന് പറയുന്ന ഒരു നാടക സമിതി അത് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ജയറാം. ഇപ്പോൾ പ്രൊഫഷണൽ നാടക സമിതികൾ വല്ലാത്തൊരു ക്രൈസിസിലാണ്. നമുക്കറിയാം ഇന്ന് ഒരു സാധാരണ കൂലിവേലക്കാരന് കിട്ടുന്ന പണം പോലും ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന നടനോ നടിക്കോ കിട്ടുന്നില്ല, അതല്ലെങ്കിൽ ഒരു നാടക പ്രവർത്തകനോ കിട്ടുന്നില്ല. പിന്നെ അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്ന ഉത്തരം. അല്ല, അത് ഈ കലയോടുള്ളൊരു സമർപ്പണമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതൊക്കെ ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങൾ, ജയറാമിൻ്റെ കഥാപാത്രം അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷം ഒരു കുടുംബ കഥയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മുടെ നാടക ചരിത്രം, കേരളത്തിൻ്റെ നാടക ചരിത്രത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് വായിച്ച കുറേ അറിവുകൾ എനിക്കുണ്ടായിരുന്നു, പല പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ള. പിന്നെ സുരേഷ് ബാബു തിരക്കഥാകൃത്ത്, അദ്ദേഹവും അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു കഥയെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ കളക്ട് ചെയ്യുകയും ആദ്യകാലത്ത് ഇപ്പോൾ ഓച്ചിറ വേലുക്കുട്ടി എന്ന് പറയുന്ന ഒരു നാടക നടനുണ്ടായിരുന്നു. കരുണ നാടകത്തിൽ വാസവദത്തയായിട്ട് പെൺവേഷം കെട്ടി 7000-ഓളം സ്റ്റേജുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. സിനിമയാക്കാവുന്നൊരു കഥ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിലുണ്ട്, ജീവിതത്തിലുണ്ട്. അപ്പോൾ അത് വായിച്ച് അങ്ങനെ പിന്നെ നാടകത്തിൻ്റെ ചരിത്രങ്ങളും പലരും എഴുതിയതൊക്കെ വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ അറിവുകൾ. പിന്നെ ഞാൻ 60കളുടെ അവസാനത്തിൽ 70കളിലൊക്കെ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകങ്ങളിൽ അഭിനയിക്കുകയും നാടകങ്ങൾ സ്വന്തമായിട്ട് ഈ അമേച്ചർ നാടകങ്ങൾ എഴുതുകയും അഭിനയിക്കുകയും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നാടകമായിട്ടൊക്കെ ചെറിയൊരു ബന്ധം എനിക്കുണ്ട്. പിന്നീട് നാടകത്തിൽ തുടർന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സിനിമയിലേക്ക് പോയതുകൊണ്ട് നാടകരംഗത്തൊന്നും ഞാൻ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പ്രൊഫഷണൽ നാടകങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. നമുക്കറിയാം ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ 70കളുടെയൊക്കെ ഒരു മധ്യത്തിലും 80കളുടെയൊക്കെ ഒരു 80കൾ വരെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫൈൻ ആർട്ട് സൊസൈറ്റികളിൽ മിക്കവാറും മാസത്തിൽ ഒരിക്കലെങ്കിലും നാടകം കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് 2 ഫൈൻ ആർട്ട് സൊസൈറ്റികളുണ്ടായിരുന്നു. എല്ലാ മാസത്തിലും 1-2 പ്രാവശ്യങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങൾ അവിടെ ഓഡിറ്റോറിയത്തിൽ കളിക്കുമായിരുന്നു.
അപ്പോൾ ഞങ്ങളൊക്കെ മുടങ്ങാതെ പോയി കണ്ടിരുന്ന ആൾക്കാരാണ്. പെന്നൻ പിള്ളയുടെയും ഓ മാധവൻ്റെയും അതുപോലുള്ള അങ്ങനെയുള്ള പല ട്രൂപ്പുകളുടെ കേട്ടിയുടെയൊക്കെ നാടകങ്ങളൊക്കെ അങ്ങനെ കുറേ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ കുറേ നമുക്ക് സാമാന്യമായ അറിവുണ്ട്. ഒപ്പം ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും സുരേഷ് ബാബുവും ഞങ്ങളെ സഹായിക്കാൻ ഒരു ടീമുണ്ടായിരുന്നു. ഞങ്ങൾ പല രീതിയിലും അത് കണ്ടെത്തുകയും അതിന് സിനിമയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്.